ഓളുടെ പിള്ളേർക്ക് പുതിയ ഉടുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടാ. നൈസ് ചെറിയ ഉടുപ്പ്. ഞങ്ങൾ ഇടയ്ക്ക് നോട്ട് ചെയ്യാവും, പക്ഷെ ഞങ്ങൾ പറഞ്ഞ കൂട്ടാക്കൊക്കെ ചെയ്യും കേട്ടാ. കൊടുക്കേസ്മേ ലെഫ്റ്റ് ഓവർ മീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്രൂഷറ്റ് എന്താന്ന് നോക്കാം. ലൈക്ക് ഷവർമയൊക്കെ പോലെ കേട്ടാ. ആകെ നോക്കിട്ട് നിൽക്കണേ. ഞങ്ങളല്ലാണ്ട് വേറെ കുട്ടികളോ ഈ വീട്ടില് അല്ലേ? എങ്ങനെയാ ഗർഭമുനി ഉണ്ടാവും പിടിച്ചേ അവിടെ. ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ബുധനാഴ്ച അല്ലേ? ഉറങ്ങിക്കൂടെ കുറച്ചും കൂടെ? ഏതെന്നാ ഉറങ്ങിക്കൂടെന്ന്? താ കണ്ടേ അത് തരാൻ എൻ്റെ കുട്ടി എഴുന്നേറ്റേ. താ അത് ശരി. താന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് പോണ പോലെ പോവാണല്ലോ. ഇങ്ങോട്ട് പിങ്കോ, എടാ എണീറ്റിട്ട് കുളിക്കാൻ പോടാ. എന്നിട്ട് 7:30 കുളിമുറിലേക്ക് എത്തിയിട്ടില്ലല്ലോ. നീ എണീറ്റു നിക്ക് മനസ്സിലായി. 7:30 നീ എണീക്കില്ല. പ്രിങ്ങുനെയും മാമനെയും ഇനിയും ഒക്കെ മാമാന്നാ വിളിക്കണേ. പ്രിങ്ങ വിളിച്ചടാ പ്രിങ്ങുനെ. പ്രിങ്ങ വിളി വിളി. ജോസേ ജോസേ വിളിച്ചേ. എസ്മേ 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 എനിക്ക് പറ്റില്ല. ഏറമ്മാ ജോസേ ജോസേ വിളിയേറാ. പൂട്ടാ കുണ്ടി വാസു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ആ കുണ്ടി ഇങ്ങോട്ട് ഇറങ്ങൂട്ടാ. ഇല്ല വീട്ടിലെ നോന്ന് പറയണോ? അതൊന്നും വേണ്ടില്ല. നല്ല ചാരി ഇരിക്കുന്നേ മലമ്പുഴയിലെ എക്സി. പ്രിങ്ങ ചിരി വന്നു. എനിക്ക് അങ്ങനെ പ്രിങ്ങുനൊന്നും വിളിക്കില്ലടോ. നോക്കിയേ ആടുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പൊ രാവിലെ എന്നിട്ട് ചന്തിയൊക്കെ മാന്തി. കാല് എല്ലാം പ്രാക്ടീസ് ഓളുടെ പിള്ളേർക്ക് പുതിയ ഉടുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടാ. നൈസ് ചെറിയ ഉടുപ്പ്. പക്ഷെ റോസ് കളർ ഉടുപ്പ് ഇവർക്ക് വലിയ രസമല്ലേ ഉള്ളേ? ഭയങ്കര ലൈറ്റ്. വലിയ രസമില്ല കേട്ടോ. ഈ ബെഡിൽ കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടെന്നല്ലോ. അത് കാരണം ഇന്ന് മുരളിയുടെ പോലെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുള്ളേ. അല്ല ഒന്നാമത് വലുപ്പം. നീ ഇപ്പൊ എന്തുകൊണ്ട് മേടിച്ചു എന്നല്ല നീ മേടിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ എന്തിനാ അങ്ങനെ പറയണേ? അത് അവർക്ക് മാച്ച് ചെയ്യണില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ജോസിനെല്ലാം ആരല്ല ജോസ്? എല്ലാവരും തമാശ കളിയാട്ടാ കളയട്ടാ. And yet you were sleeping. No. Then why can't you answer at least? Okay, Dada, what is it? First Pringo നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ കേട്ടിട്ടുണ്ടെങ്കിൽ നീ എന്താ ചെയ്യണ്ടേ? എന്താ ഡാഡേ? നീ പറഞ്ഞതാ 9ാമത്തെ പ്രിങ്ങുനാണ് നീ എന്താ ഡാഡേന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ ഡാഡ വീഡിയോ ഓൺ ആക്കിയത്. നീ ആക്ച്വലി ആദ്യം പറയണത് വീഡിയോയിൽ പോലും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ എന്ത് പറഞ്ഞേ? Yeah, you said after 9th call. എൻ്റെ തൊണ്ടയിൽ ഏതാണ്ട് വെള്ളം പറ്റിയിട്ട് മനസ്സിലായി എനിക്ക്. എന്ത് നീ ലുക്ക് ക്യൂട്ടാ? നീ കൂട്ടല്ല, നീ ജൂട്ടിന്റെ ബാഗ് പോലെ ഇരിക്കണ. ഇത് നോക്ക്, നീ കൂട്ടുകാരനെ കൊണ്ട് ഇരിക്കണ നോക്ക്. ഇത് കണ്ട JINDO and Jindo. What's his name? And Aira baby. Edama. Edama.
Eira. Yeah, nice cake. Okay, let's go. 3, 2, 1, go. Mamu time, mutta time. Sit down, please, Esme, Eira. Sit down, Eira. Good girl, Eira. Good girl, Esme. Eh? Very good girl. Very good girl, Esme. Two babies sitting down. Very obedient kids. വെരി നൈസ്. ഞങ്ങൾ ഇടയ്ക്ക് നോട്ട് ചെയ്യാവും, പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ കൂട്ടാക്കൊക്കെ ചെയ്യും കേട്ടാ, ഇല്ലേ? ഏടാ ബേബി ബേടാ കിടക്കട്ടെ. ബലൂൺ പിടിച്ച സിറ്റ് ഡൗൺ പ്ലീസ്. യു സിറ്റ് ഡൗൺ ഓൾസോ പ്ലീസ്. ഓക്കെ. ഇന്ന് അമ്മ വർക്ക് ഫ്രം ഹോമാണ് കേട്ടാ. ഞങ്ങളുടെ അമ്മ ഇന്ന് വർക്ക് ഫ്രം ഹോമാണ്. അല്ലേ? വർക്ക് ഫ്രം ഹോം അല്ലേ? ഇനിയിപ്പോൾ ഒരാൾ ഒരു ട്രോഫി എടുത്ത് കൈ പിടിച്ചു, ഇനി അടുത്ത ആൾക്ക് അത് വേണം. അച്ഛമ്മ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നുണ്ട്. മാഡം ഡിഫറെൻറ്റ് ഹെയർ കട്ടാണല്ലോ നോട്ടെ. ഓ നൈസ്. ഇന്നലെ അതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് റബ്ബർ ബാൻഡ് ഇല്ലേ? ഗുഡ് ഗേൾ ഐറ, ഗുഡ് ഗേൾ എസ്മേ. കണ്ടട്ടാടി മുണ്ടപ്പാടി ടുണ്ടാടാ. എന്നാ ഓക്കെ, ടുണ്ടാടാ. ഗുഡ് ഐക്ക്. കുട്ടി പിന്നെ മറച്ചിടൂട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ടപ്പറിങ്ങോൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ഒരാളതിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് കേട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ന്യൂസിലാൻഡേഴ്സ് നിന്നെ തന്തയ്ക്ക് വിളിക്കും, ഉറപ്പുള്ള കാര്യമാണ്. സോ ബെറ്റർ യു പ്രാക്ടീസ് ദാറ്റ് മാനേഴ്സ്. ഏയ് സിറ്റ് ഡൗൺ ഐറ. Sit down, Eira. Thank you. Sit down, Esme. ഒന്നും അറിയാതെ പോലെ നിൽക്കണ എസ്മേ. പൂടെ കൊത്തി ഞങ്ങളുടെ ഏറെ പാവാ. വല്ലഭി. ഏയ് സിറ്റ് ഡൗൺ എസ്മേ. സിറ്റ് ഡൗൺ പ്ലീസ്. മതിയാ? വീണ് പോയതാണോ കുട്ടിയുടെ വായന്ന്? എന്നാ ഗുഡ് ഗേൾ ഐറ, ഗുഡ് ഗേൾ. എന്താ അത് ഉരുണ്ടുപോയാ? മതി. കൊടുക്ക എസ്മേ. അടി എസ്മേ. ഹിറ്റ് ഹർ ഓൺ ദ ഫേസ്. അടി. ആ ബാഗ് എടുത്തനാണ് ഇപ്പോൾ. ആ ബാഗിൻ്റെ മുകളിലാണ് അടി. എസ്മേ മറ്റേ പൂച്ചയൊക്കെ രാവിലെ. ഐറ, why you hitting on straight to the face? Esme, no, don't come to me. No. ഡോർന്ന് ഞാൻ തുറന്നു തരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന്. പണ്ടാരടങ്ങാനിട്ട് ആരല്ലേ പുറത്ത്? എല്ലാത്തിനും കൂടെ. ഐറ ജെന്റിൽ ഹാൻഡ്സ് ഇട്ടാ. ചെന്നുട്ടാ. കൊടുക്ക്. അടിക്കരുതെന്ന് അവിടെ പറഞ്ഞ. അപ്പോഴേക്ക് അവൾക്ക് സങ്കടായി. ഒരു കുഞ്ഞൊരു കൊട്ട് കിട്ടി. ഇങ്ങനെ ആക്കണ്ട, അപ്പോഴേക്കും ഒലിക്കും. അയ്യോ ആ കണ്ണത് 2 തുള്ളി അങ്ങോട്ട് വീഴിട്ട്. ബായോ അതിനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നന്നെ തൊടാൻ പാടില്ല അല്ലേ? എന്നിട്ട് വരാൻ പറഞ്ഞാൽ വരും ചെയ്യും. ഇപ്പൊ എന്തിനാ എന്റെ അടി പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നേ? കോൾഡേ ബംബൂന്ന് തന്നെ. ക്ലൈഡറിനെ പഠിക്കാൻ തോന്നുന്നു. ക്ലൈഡറിനെ തന്നെ ബംബൂന്ന് വിളി. ബംബു ഒരു ദിവസം പറഞ്ഞവർക്കുണ്ടോ? ബംബു അയമ്മ. നീ എന്തിനാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നത്? നീ അടിയാണ് എല്ലാരെയും കയറി. ചുമ്മാ കണ്ണൊക്കെ മതി ഇങ്ങനെ ആക്കും നീ. അപ്പൊ നിന്റെ അടുത്ത് വല്ല നാണം ഉണ്ടെങ്കിൽ നീ എൻ്റെ മടി കയറിയിരിക്കുമോ? എൻ്റെ ഒന്നും ഇപ്പൊ ഒന്ന് കിട്ടി. പോയിട്ടാ കണ്ട ഇളകി. അപ്പൊ നോക്കി ഇതൊക്കെ കേട്ടാ. അവളത് എടുത്തു, അപ്പൊ ഇളകി. എന്താ പോണില്ലേ? അവിടെ ഇരിക്കുന്നേ. അത്രയ്ക്കുണ്ട് സൂക്കേട്.
കുറുമ്പ് കുറച്ചൊന്നുമില്ല കയ്യില് ലേശ. വാട്ട് ഈസ് ചിക്കനാ മുട്ടയൊക്കെയാണ്. ആ പോയി പഠിച്ചാ, അവള് പഠിക്കുന്നു. പോയിട്ട് പഠിച്ചാ നീ പോയിട്ട് ചെല്ലേ. ആ പോയി പഠിക്കണ്ട. പോയി കണ്ണം കടിക്ക് പോ. അയ്യോ ആ ഗോൾഡേ ഗോൾഡേ എന്ന് വിളിച്ചു. ഗോൾഡേ ഇന്ന് ഗുഡ് മോർണിംഗ്. എവിടെയാ രാജ്യം? പാലക്കാട്. ഗുഡ് മോർണിംഗ് പാലക്കാട് രാജ്യമൊക്കെയാ എനിക്കിപ്പോ. ഗുഡ് മോർണിംഗ് പാലക്കാട്. മോർണിംഗ് കോണേടി വിത്ത് ടീം ബൂം പാങ്. You are talking with Golda, Pringu, Naveen, Ailvid and Eira and Esme. Welcome to our YouTube channel all the way from Auckland. എന്തായാലും എനിക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചല്ലേ. ആ ഓക്കെ യൂട്യൂബ് അല്ല യൂട്യൂബ്. ആരാ അവിടെ വേറെ? എന്റെ എസ്മ ആർജി ഉണ്ടോ? എസ്മ യാ സി ക്വസ്റ്റ്യനിങ് ആൻസറിങ് എല്ലാം രാവിലെ കഴിയണം. എല്ലാവരുടെ ചോദ്യത്തിനും നിനക്ക് സ്കൂളിലെത്തിയാൽ മതിയാ. മാർഗം പ്രധാനമില്ല, ലക്ഷ്യമാണ് പ്രധാനം. അതാണ് ഇന്നത്തെ നോട്ട് കേട്ടാ. ദർ ഇസ് നോ സച്ച് തിങ് മാർഗം, ദ ലക്ഷ്യം. ശരി നല്ല രസമുണ്ടായിരുന്നു. ഒരു രണ്ടുപേരുടെയും കാലെടുത്തിട്ട് ഹലോ എന്ന് പറയുന്നത്. അച്ചമുട്ട എറമ എസ്മേ എസ്മേ. ഞങ്ങളുടെ ട്രാഫിക് ലൈറ്റിലെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ. സെയിം സ്ക്രീൻ എല്ലാ ദിവസവും കണ്ടിട്ട് ബോറടിക്കണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ പാർക്ക് റൈറ്റ് ഇൻ ദ ഫ്രണ്ട് നല്ല രസമല്ലേ. ഇന്ന് ക്ലൗഡ് ഇല്ല, കുറച്ചും കൂടി ഒരു മിസ്റ്റി ഹെയ്സി കിട്ടിയിരുന്നു. ആ ഗോൾഡ ചോദിക്കുക ശരിക്കും ബോറടിക്കണമെന്ന് പറഞ്ഞില്ലേ, കാണാനായിട്ട് ഒന്നുമില്ലല്ലോ എന്ന്. എടീ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആളുകൾ കാണുന്നത് എപ്പോഴും ഒരാളുടെ ലൈഫ് ജീവിതം അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൽ എല്ലാ ദിവസവും അതിലൊരു പുതുമയുണ്ട്. മറ്റേതിപ്പോ എന്തൊരു കാണണം, എല്ലാ ദിവസവും ഒരു സിനിമയിലല്ലേ കണ്ണ്. അല്ല ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ, അതാണുള്ള ആളുകൾ കാണുന്നത്. വേണ്ട ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാം, ഡോണ്ട് വാച്ച് അവർ ചാനൽ എനി മോർട്ടാ. ആ അതെ ഇതൊക്കെ എന്നെ കാണാനുള്ളേ. കീലേരി അച്ചു പ്ലീസ് ഗൈസ്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ ഇനി മുതൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യരുത് കേട്ടോ. ഗോൾഡ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ നമ്മുടെ ചാനൽ കാണാൻ? ഇല്ല, ഡോണ്ട് വാച്ച് അവർ ചാനൽ എന്ന് പറഞ്ഞു ഗോൾഡ കേട്ടാ. നിങ്ങളൊരു രണ്ട് കൊല്ലം കൂടി വാച്ച് ചെയ്തോളൂ കേട്ടാ. അത് കഴിയുമ്പോഴേക്കും ഞാൻ റിട്ടയർ ആവാനാ. പ്ലീസ്. അതെ ഇതാണ് താരിപ്പോറ വഴി. ഈ വഴിയും നല്ല രസം. ഇവിടുത്തെ പക്ഷെ ഉണക്കാലോ ഉണക്കവളി അത് ഇറക്കുന്ന എന്താ പറ്റി? ഫുൾ അലമ്പാണ്, ചുമ്മാ അലമ്പാണ് ഏറമ. അത് ഞങ്ങളുടെ ഒരു മീൻകാരൻ വർക്കേട്ടുണ്ട്. ആ വർക്കേട്ടൻ മീൻ കൊണ്ടുവരുമ്പോ മറ്റേ പഴയ കാവുമേ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വിളിക്കും, പ്രത്യേക വിളിയെ പുള്ളിയുടെ ഓ ഓ അതുപോലെ എന്നിട്ട് ചിരിക്കട്ടെ അവിടെ ഇരുന്നിട്ട് നോക്കി പോലെ. അയ്യേ 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 ബൈ പറഞ്ഞാടാ, ബൈ. ഇവിടെ വേറൊരു കീലേരി ഇരിപ്പുണ്ട്. അലമ്പ് എന്ന് പറഞ്ഞാണല്ലോ. എന്താണ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം? യോ ഗുഡാ ബൈ. അങ്ങ് വാനക്കോണിലെ മിന്നി മിന്നി മിന്നവേ അമ്പിളിപ്പോ എല്ലാം നോക്കിട്ട് പോണേ. സകലമാന കാര്യങ്ങൾ അന്വേഷിക്കും അമ്മമ്മയുടെ കൂട്ടാ. അമ്മമ്മ ഈ ചേക്കനെ കൊണ്ട് ഞാനേ അമ്മമ്മ ഭയങ്കര, ഞാൻ പറയാറ് അമ്മമ്മ ശാസ്ത്രജ്ഞ കൊണ്ട ആളായിരുന്നു. പക്ഷെ അതിനുള്ള എനിക്ക് തിരിച്ചുവിടാൻ പറ്റില്ല. അത്ര ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ആളാണ് അമ്മമ്മ. വർക്കിൻ്റെ ഇടയില് 3 കമ്പ്യൂട്ടറുമേ വർക്ക് ചെയ്യണ ഗോൾഡ. ഒരു മെയിൻ കമ്പ്യൂട്ടർ, പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേ, പിന്നെ ഒരു ഫോൺ സെന്ററിൽ. അതിലാണ് മെയിൻ വർക്ക് കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ഫോണിലാണ്. അല്ലേ ഗോൾഡേ? ഓൺലൈൻ ഷോപ്പിംഗ് ആർക്കാണെങ്കിലും
എന്ത് ഹായ് ഈ വർഷങ്ങൾക്കിടയിൽ ഒരു തവണയാണ് ഞാൻ അവളുടെ അടുത്ത് ഒരു കോക്ടെയിലിൻ്റെ ക്ലാസ് ഓർഡർ ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ എഡിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്, ബിസിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ ഇരിക്കുകയാണ്. ഗോൾഡ് നീ ഇപ്പം എന്താ പഴയ പോലെ ഡ്യൂട്ടി കോൾ ഓക്കെ സോറി ഞാൻ പോട്ടെ വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് നേരം. ഇന്ന് നല്ല സൂപ്പർ ലേറ്റ് ആയിട്ടാ. എന്നപ്പോൾ ഞാൻ ഇന്നൊരു ലഞ്ചിനൊരു കുക്ക് സംഭവം കാട്ടിത്തരാം. ഞാനൊരു സവർഡോ മേടിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രുഷെറ്റ എന്ന് കേട്ടിട്ടില്ലേ, ചെറിയൊരു എന്താ പറയുക ഒരു സാൻഡ്വിച്ച് അല്ല, ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ മീറ്റ് വെച്ചിട്ടുള്ള നമുക്ക് ലെഫ്റ്റ് ഓവർ മീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്രുഷെറ്റ ഉണ്ടാകുന്ന നോക്കാം. ഇപ്പോൾ സമയം ഏതാണ്ട് 3:20. ഇന്നത്തെ ഫസ്റ്റ് മീല് സാധാരണ 12 മണി 1 മണിയാകുമ്പോൾ കഴിക്കാറില്ല, ലേറ്റായി. ഗോൾഡേ നീ കഴിച്ചിട്ടില്ലല്ലോ? ഷീസ് ഓൾസോ ഹംഗ്രി. അപ്പോൾ ഈ ബ്രെഡ് ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രുഷത്തേക്ക് ഞാൻ തിന്നായിട്ടാണ് കട്ട് ചെയ്യണത്. ഇത് ആക്ച്വലി ഓവനിൽ 12 മിനിറ്റ് വെച്ചിട്ട് വേവിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിത് ആക്ച്വലി ഒരു പാനിൽ വെച്ചിട്ട് വേവിക്കാം. പിങ്കുവിന് വേണോ ഒരു പീസ് കടിക്കാൻ? ബ്രെഡ് വേണ്ടേ? പിങ്കുവിനല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്രെഡ് ഇഷ്ടമില്ലേ, മധുരമില്ലല്ലോ. പിന്നെന്താണ് ഇതാ അതിന് ഞാൻ പറഞ്ഞ ദാറ്റ്സ് നോട്ട് ദ ടൈപ്പ് ഓഫ് ദ ബ്രെഡ് ഐ ഈറ്റ്. ഇത്ര ടു മെനി ടൈപ്സ് നൗ ഡേയ്സ്. ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ബീഫില്ലേ, ആ ബീഫിനെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കണം. അതിന് ഞാൻ ഈ ഒരു സാധനത്തിലിട്ടിട്ടാണ് കേട്ടോ മുറിക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീട്ടിലെ ചിക്കൻ ബീഫൊക്കെ വെച്ചിട്ട് ഇമാതിരി പരിപാടി ചെയ്യാം കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്. യൂസ് ഇറ്റ് അപ്പ്. What? There we go. ഇനി നമ്മുടെ ബ്രൂഷറ്റ ബ്രെഡ് ഇങ്ങനെ വെക്കുക. ഡൺ. ഓക്കെ. Little bit of an olive oil. Okay. Now you mix olive oil. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ഒലിവ് ഓയിൽ ആവും. Okay. Now you put the meat. ഇപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ ഞാൻ ബീഫ് വെച്ചു. നൗ ലിറ്റിൽ ബിറ്റ് ഓഫ് അണിയൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹെർബ്സോ അല്ലെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാട്ടാ. സോ ചീസ്, മീറ്റ് ആൻഡ് അണിയൻ ടോസ്റ്റ് ഈസ് ഓൾവേസ് വെരി വെരി ഗുഡ്, ഈസി. പിന്നെ Onions fell on the floor. Onions? Can I put them? I don't know. Like, should I put those whole things? Like, I don't know. You don't need to put too much cream into it. okay. ഇനി ഒരു മീഡിയം ഹോട്ട് പാൻ ട്ടാ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ബ്രൂഷറ്റ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് ആക്ച്വലി ഓവനിലിട്ട് വേവിക്കേണ്ട സാധനമാണ്. നമുക്ക് ഒരുപാട് ആളുകൾക്ക് വീട്ടിൽ ഓവൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ പാനിൽ കാണിച്ചു തരുന്നു കേട്ടോ. പാനിൽ വേവിച്ചാൽ ശരിക്കും ഇത് അത്ര സൂപ്പറായിട്ട് വരില്ല. പക്ഷേ ഫോർ ദ ടൈം ബീങ് വി ഡു ഇറ്റ് ഇൻ എ പാൻ. സോ ഇത് തീ ഏറ്റവും കുറച്ചിട്ട് വേണം പാനിൽ വയ്ക്കുമ്പോൾ വെക്കാൻ. ഒരുപാട് ചാറുണ്ടാവരുത് കറിയിൽ, കാരണം ചാറ് മെൽട്ടാവും. ഇതിലിപ്പോൾ എന്തോരം ചാറുണ്ട് നമുക്ക് അറിയില്ല. ദെൻ കവർ ആൻഡ് കുക്ക് ഫോർ 3 minutes. അപ്പോൾ ഓവനായി ഇതിൻ്റെ അകത്ത്. മോനോട് മറ്റേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ റെസിപ്പികളുടെ ഫോട്ടോ മറ്റേ ഇതിലിടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ തംബ്നെയിലിൽ ആര് പറഞ്ഞു? ഒരു സജഷൻ കണ്ടതാ. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് നോക്കുമ്പോൾ ഇത് ഏത് വീഡിയോ എന്ന് കുറേ തപ്പി പോകണ്ടല്ലോ എന്ന്. എല്ലാ വീഡിയോയും ഇരുന്ന് കാണാറുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റോ? അതായത് ഇതിപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നതിന് പകരം കുക്കിംഗ് മാത്രമായിട്ട് 2-3 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ചേട്ടാ ഓൾമോസ്റ്റ് നമ്മുടെ നോക്കിയേ, ഇത് ഒരിക്കലും ഓവനിൽ വെച്ച പോലെ വരില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ഒരു ബ്ലോ ടോർച്ച് ഉണ്ടെച്ചെങ്കിൽ ബ്ലോ ടോർച്ച് വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഹൈ ഫയറിൽ ഇടരുത്, അടി കരിഞ്ഞു പോവും.
ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ബ്ലോ ടോർച്ച് കാണിച്ചു തരാം. ബ്ലോ ടോർച്ച് ചെയ്തില്ലെങ്കിൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് കരിഞ്ഞൊരു ചെറിയൊരു സ്മോക്കി ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. ചെയ്താൽ അങ്ങനെ ഒരു സ്മോക്കി കാണാനൊരു അഴകുണ്ടല്ലോ. ഉണ്ടല്ലോ, കുറച്ച് ക്യാമറ അടുത്തേക്ക് കൊണ്ടോ, അപ്പോൾ ആ ഭംഗി അവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ടാ, അതാണ് ക്യാമറമാനോ തീരെ വൈഭവം. മോൻ എന്നോട് സൂം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ മറ്റേ കമന്റ്സ് കാണിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ കാണിച്ചില്ല. കാണിച്ചില്ല കേട്ടോ. ശരി കേട്ടോ, ഞാനൊരു കമന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കാണിക്കാൻ. എന്നിട്ട് ചുമ്മാ അയ്യോ ചീസ് ഒട്ടി പിടിച്ചു. വിശപ്പിന്റെ ആദ്യം കൊണ്ട് ഞാൻ ഒറ്റ എനിക്ക് നല്ല വിശക്കുണ്ട്. ഒരു കണക്കിന് നന്നായി. അതിന്റെ അടിവശം കരിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അവർക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ കൊണ്ട്. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. നോ, സോറി, ദർ ഇസ് ഓൾവേസ് എ വേ അറൗണ്ട്. കേട്ടിട്ടില്ല നീ? എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് പാനിക്, ഇറ്റ്സ് ഓൾറൈറ്റ്. ദെയർ വി ഗോ. So we can eat this very hot, careful, cool down a little bit. So meantime I put the next batch in. മോന്റെ കയ്യ എന്തോ ഇത് കൈ മാറ്റാം. ഓക്കെ now? ഓക്കെ, ഞാൻ ചീസ് കഴിഞ്ഞ മുകളിലിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ഷവർമ ഒക്കെ പോലെ കേട്ടാ. ഡീകൺസ്ട്രക്റ്റഡ് ഷവർമ ആണോ? നല്ല ക്രിസ്പി സവർഡോ, ബേൺ ലുക്ക്. നേരത്തെ കണ്ടതാ അത്. ഇങ്ങനെ കാണുമ്പോൾ ലൈറ്റ് ഇല്ല. They trust me. I don't know. എന്തേ നല്ല ടേസ്റ്റ്. നല്ല ഗരം മസാലയുടെയും ബ്രെഡും അനിയനും ചീസും കോടാ. ചീസൊക്കെ ഉണ്ട്. ബീഫ് കടിക്കുമ്പോൾ ചൂടുണ്ട് അല്ലേ? നല്ല ക്രിസ്പി ബ്രെഡ് അല്ലേ? നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ലെമൺ മോനൊരു കഴിവേറി. നീ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിലൊന്നും പറയണില്ല എന്നൊക്കെ ആൾക്കാർ കമന്റ് ഇട്ടു. യു ആർ സോ ക്വയറ്റ്, നോട്ട് വെരി ആക്റ്റീവ്. അടിച്ചമക്കി വെച്ചേക്കുക. നിന്റെ കൊണയാടി അടി എല്ലാവർക്കും ഇഷ്ടം. അടിച്ചമർത്തി വെച്ചേ. ഇഷ്ടിക്കോ അടിച്ചമർത്തി വെക്കാനായിട്ട്? ഞാൻ വെറും പാവം, മനസ്സിലായില്ലേ? വെറും പാവം. ഞാൻ കേട്ടത് വെറും ഭാവം എന്നാണേ. അല്ല, എനിക്ക് ഇവിടെ പിങ്ങു ഓൾറെഡി ആവശ്യത്തിന് പറയണ്ടല്ലോ. അപ്പൊ നീ ആ സ്ഥലം ഒഴിവാക്കിയ അങ്ങനെയെങ്കിലും മിണ്ടാണ്ടിരിക്കാനാവുള്ളു. ഞാൻ അധികം വർത്താനം പറയുന്ന ആളല്ല. തല്ല്, അടി, കുത്ത്, നേരെ അവള് വർത്താനം പറയാൻ നിർത്തുക. ഇറമ്മയുടെ പോലെയാ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അത് ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാന്നറിയാം? എടുക്കുക, കടയിൽ നിന്ന് മേടിച്ചോണ്ടെന്നല്ല, എന്നിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് എവിടെയെങ്കിലും വെക്കുക. അത് പിന്നെ അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത. മിണ്ടാതിരിക്കുന്ന നല്ലത്. 4 മണിയായി ലഞ്ച് കഴിക്കുമ്പോ അല്ലേ? ഞാൻ നിർണ്ണയിക്കാം. പ്രിങ്ങോന് ഇന്ന് മുതലേ ജിംനാസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യണം. 2 മണിക്കൂറാ, 6 to 8 വരെ. ആ സമയം ആക്റ്റീവായിട്ടിരിക്കട്ടെ. അവിടെ പോയി തലം കുത്തി നിന്നോളൂ. TV ആണല്ലോ. നീ തിരിയണ്ട വേണ്ട. അവളെ വള്ളി ട്രാൻസ്ഫറുമായിട്ട് അവളെ തിരിഞ്ഞ് അതിന് പോകുമ്പോ മോനെ ലഞ്ച് ബോക്സിൽ ഫുഡ് കൊണ്ടാവാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കഴിയുമ്പോ ബ്രേക്ക് ഉണ്ട് അല്ലേ? അതിനാണ് അവള് പോണത്. 1 മണിക്കൂർ. പ്രിങ്ങുവിന് പക്ഷെ അതിന് പോണ സമയത്ത് ഒരു സ്നാക്കും സാധനവും ഒന്നും കിട്ടില്ല കേട്ടാ. മെയിൻ മീല് മുട്ട, ഇറച്ചി, ബീഫ് മാത്രം. എന്താ അത് പിന്നെ കേട്ടില്ല, സോറി. പെട്ടെന്ന് കുറുക്കും കുച്ചിട്ട പോലെയല്ലോ മോന്താ. ഇത് കൂട്ടൊരെണ്ണം കൊണ്ടൊക്കെ പിങ്ങു നല്ല കുറിച്ചാ. പിന്നെ അവള് അത് M&M അത് ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാനേ എന്റെ കുട്ടി കൊണ്ടുപോകണില്ല കേട്ടാ. ഞാൻ ഇതന്നെ നിർത്തിക്കളയും. ഞാൻ ജിംനാസം
ഒരു അസുഖം ഉണ്ട് ഇവിടെ. ഇതിന് സ്ട്രോബെറി വേണമെന്നാണ് മോനെ എഴുതിയേക്കണേ. ഇനി ഇവളുടെ വക ബേക്കിങ്. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ ഇത് വേണമെങ്കിൽ കഴിച്ചു. ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. എൻ്റെ പവർ നാപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഗായ്സ്. ഒന്നും ബ്രോട്ടർ ചെയ്യണോ? മിസ്സിംഗ് ദ ലിറ്റിൽ ബിറ്റ് ഓഫ് ദാറ്റ് കാരമലി. Now you said they watched it on the TV. You said that is not kind of your bread എന്നല്ലേ നീ പറഞ്ഞേ? ഇത് അങ്ങനത്തെ ടേസ്റ്റുള്ള ബ്രെഡ് അല്ല. അതിനെ അവള് പറഞ്ഞേ this is not my kind of a bread ഇത്ര. ഇപ്പോൾ ചോദിക്കുക, അതായത് അവളുടെ കോട്ട കഴിഞ്ഞ ഇൻ കേസ് ഞാൻ ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ റസ്ക് കിട്ടില്ലോ എന്ന് പേടിച്ചിട്ടേ. വിത്ത് ബട്ടറോ? വിത്ത് ബട്ടർ കൊണ്ട് വയ്യ നീ ബട്ടർ കൂടി തിന്നെ. നിന്റെ കോട്ട കഴിഞ്ഞു. അപ്പോൾ അവൾക്കറിയാം ഞാൻ ബ്രെഡ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രെഡ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇൻ കേസ് ഞാൻ റൊട്ടി മറ്റേ റസ്ക് കൊടുത്തില്ല ചെയ്താൽ ഇതെല്ലാം ഹൗസുള്ള പണിയാണ്. എന്നാൽ കഴിഞ്ഞിട്ട് ചോദിക്കും ഡാഡേ ക്യാൻ ഐ ഹാവ് സം ഓഫ് ദ വൺ യു ഹാവ് ഓഫർഡ്. പിന്നെ ഇത് പറഞ്ഞാൽ നീ കൊണ്ടോക്കോ. സ്നീക്കറെത്തി അറിഞ്ഞൂടാ മോളെ എന്നൊക്കെ. റിയലി ഞാൻ വിചാരിച്ചു ഡാഡേന്ന് വീണു പോയതാണ്. ഞാൻ അതിൻ്റെ മുകളിൽ മീറ്റുള്ള കാരണം കഴിപ്പിച്ചതാ. ബ്രെഡ് മാത്രമാണെങ്കിൽ നിനക്ക് ഞാൻ തരില്ലേ പെങ്ങപ്പാ. How was it though? It's good. It's good. It's good. Mama. Eh? Baba. What? What did he say? Nannina. Yummy. Yummy. ഞാൻ ചോദിച്ചത് നന്ദിന്നാണോന്നാ. ഒരാള് പന്നിയല്ല അത്ര യമ്മിയാന്ന്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഡാഡ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. ഇന്ന് ഡാഡ പോയില്ലേ ബേബീസിനെ കൊണ്ടുവരാനായിട്ട് കേട്ടാ. ഇവിടെ എന്നിട്ട് കാട്ടി വെച്ചിട്ടുള്ള കോൾഡ് ഇവിടെ ഫുള്ള് മെസ്സ്. ശരി എന്നോട് പറഞ്ഞിട്ട് പോയേ ചൂടുണ്ടോ മാറിക്കിടന്നു. ഇതെന്തൊരു കോൾഡ്? ഇതെന്തൊരു ഹലോ ഹലോ തുണി ഉണക്കാനിട്ടു, റൂം ക്ലീൻ ചെയ്തു. ഇതിന്റെ ഇടയിലാ എന്നിട്ട് നീ കേക്കും ബേക്ക് ചെയ്ത് നീ തന്നെയാണോ ഇത് പറയുന്നേ? അയ്യോ ഒരു മിനിറ്റ്. അയ്യോ അവന്റെ താഴെ എന്തിനാ വെച്ചേ? താഴെ എന്തിനാ വെച്ചേ? അല്ല അടിയിൽ ചൂട്. ഇതെന്തൊരു കേക്കാ? ഷോർട്ട് ബ്രെഡ് കേക്ക്. ഞങ്ങളുടെ കുട്ടി വന്നു തിരയാൻ തുടങ്ങി. എന്താണ് കാലം കുറേ ഇത് വരുന്നു തിരയണു നോക്കണു എന്താണെന്നും മനസ്സിലാവണില്ല എനിക്ക്. കേട്ടെ ഈ പാത്രം പാകാവുണ്ട് വേണ്ടേ? ഇല്ല ഇത് പാകാവില്ലേ? അപ്പോൾ 4 പാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പാത്രം തന്നെ നിൽക്കാൻ തന്നെ വയ്യ. എനിക്കൊന്നും വേണ്ട, എന്നെ കണ്ട പ്രശ്നമാണ്. നടക്കും തിരികെ ചെയ്യും ഒറ്റയ്ക്ക്. മാറ്റിട്ടാ. അയ്യോ സാരില്ല. അതിന് എന്നെ നോക്കി പേടിപ്പിക്കുന്ന ഞാൻ എൻ്റെ തട്ടിയിട്ട് ബൈൻഡിക്ക്. ഗുഡ് ഗേൾ അച്ഛമ്മേ. അയ്യോ എൻ്റെ കുട്ടിയുടെ ഉടുപ്പൊക്കെ വലുതാണ്ടേ അതാണ്ടേ. ശരി. ഇന്നലത്തെ ബിരിയാണി ചോറ് ഇനിയും ബാക്കിയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പ്രിങ്ങ് വെച്ച ചിക്കൻ കറി ഇല്ലേ അതാണ് കേട്ടോ ഞങ്ങളുടെ. എന്തെടുത്ത് ഒരു പീസ് എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് അടിക്കും. ഓക്കെ താങ്ക് യു. എനിക്കറിയില്ല ഉടനടി വായിക്കിട്ട് ഒരു പീസ് എടുത്ത് തന്നു, മറ്റേ പീസ് എടുത്ത് തിന്നുന്നുണ്ട്. നല്ല മാമമാണോ? 3 ദിവസമായിട്ട് ബിരിയാണി തിന്നണം കേട്ടാ. എസ്മേ സിറ്റ് ഡൗൺ പ്ലീസ്. സിറ്റ് ഡൗൺ. നോ 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 ഇറ്റ് ചെയ്തോ. ഒക്കെ അവിടെ ആവശ്യത്തിന് ഉരുട്ടിട്ടാ തരണേ. ഒന്നും ഇടയിൽ എടുക്കണ്ട. നോ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. വേറെ ഒന്നുമല്ല, പ്രിങ്കുവിന് 6 മണിക്ക് ഇന്ന് മുതൽ ജിംനാസ്റ്റിക് സ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ടിങ് ആക്ച്വലി. അവൾ പണ്ട് പോയായിരുന്നാ. സന്തോഷമായി 8 മണി വരെ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ സോ ഇവിടെ കൊണ്ടുപോവാണ്. ഇവിടെ നിങ്ങൾ ഇതിന് ഞമ്മ കഴിച്ചോട്ടാ. വെള്ളം എടുത്ത് തരണാ. വെള്ളം എന്ന് പറയണത് കേട്ടു എന്ന് തോന്നുന്നുണ്ട്. എന്താ എരിയുണ്ടാ? വെള്ളം കേട്ട് കാണാം അതായിരിക്കും. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നോക്ക് ഇപ്പം കരച്ചിലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. വെള്ളം കിട്ടാണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. ശരിക്കും മതിയോ? ഇതേപ്പം അതുകൊണ്ട് മേടിച്ചു. നോക്ക് അടുത്ത ദിവസം പോകാൻ നോക്കണേ.
തന്നു കേട്ടാ ഇവിടെ നടന്നു Thank you, Era. ഓക്കെ ബൈ Bottom ബൈ യസ്മേ ബൈ ഏറ ടാറ്റ. ഈ സാധനത്തിനെ കൊണ്ട് ചില്ലറ ഉപദ്രവമല്ല ഈ വീട്ടില്. ടാറ്റ പറ. ആ പിങ്കുവിന് നിങ്ങൾ വിചാരിച്ചത് ഇവിടെ പാവത്തിനെ ഗുണ്ടിയാക്കി വെച്ചു. ഇവിടെ ഗുണ്ട റിയൽ ഗുണ്ടിന്റെ ഇവിടെ ഗുണ്ടി. ആ ഉണ്ടീന്നൊക്കെ അവിടെയും പറയുന്നുണ്ട്. എന്റെ കുട്ടിക്ക് കൈ കൊടുക്കറേ, പാവന്റെ ജോബിനൊന്ന് കൈ കൊടുക്കറേ. ആ ഓക്കെ ബൈ. വളകാപ്പ് കണ്ട ആൾക്കാര് കൊച്ച് റെഡി ആയിട്ടാ. ഇതെന്ത് ഇങ്ങനെ കരയണേ? ബേബി എന്താ കരയണേ? ഇതിപ്പോ ഏറെ ആകെ നോക്കിട്ട് നിക്കണേ. ഞങ്ങളല്ലാണ്ട് വേറെ കുട്ടികളോ ഈ വീട്ടില് അല്ലേ? വാട്ട് ഹാപ്പൻ? ഗ്രോൺ ബിഗ് നൗ, ഗുഡ് ഫോർ ലവ്. വാട്ട് ഹാപ്പൻ? എടുക്കാൻ വേണ്ടിട്ടായിരിക്കില്ലേ? ആ അതെന്താണ് ബേബീനെ എടുക്കാനാണോ? ആണോ? എന്തു പറ്റി? അച്ഛാ, അച്ഛനാണ് സ്പോയിലർ അല്ലേ? അമ്മയെ ഇപ്പൊ ആണോ? ഞാൻ വരുമ്പോ എന്റെ കയ്യിലോട്ട് താലം കൈമാറും. ആണോ? പിന്നെ രാത്രി 11:30 വരെ ഇതിന് എന്റെ കയ്യിൽ. ഇനി ബാക്കി കുടുംബകാലം കൂടെ നാട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഇനി വഴക്കാണ്ട. ഇതെന്തത്? നോക്കട്ടെട്ടാ, നമ്മൾ എടുക്കുമ്പോ കരച്ചിൽ നിർത്തുന്നുണ്ടോ നോട്ടെ. നോട്ടെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സ്വഭാവം പിള്ളേരെ പഠിപ്പിച്ച പെട്ടുട്ടാ. ആ കാര്യത്തിന് പിന്നെ ഇവര് രണ്ടുപേരും നീ തൊട്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഞാൻ ഉണ്ടെങ്കില് കുറച്ചേരം അല്ലാതെ കിടക്കും. പക്ഷെ അവളാണെങ്കിൽ കിടക്കില്ല. Hey brother, very naughty, very demanding fella, not good. What are you up to? Look like Acha or Amma? Brother, what are you up to? ആരെന്നെ നോക്കണേ? ആരെന്നെയാ കണ്ട? Can you see me? ചേച്ചി എവിടെ? കൂട്ടർ ചേച്ചി എവിടെ? ചേച്ചി ഇന്ന് ആരോ പറയാൻ ഓ കഴുത്തൊക്കെ ശരിക്കും പൊക്കി തുടങ്ങുന്നു കേട്ടാ. കമറ്റി കിടക്കുന്നു. ആണോ? ആ വെരി സ്ട്രോങ് ഫോളാ. ഇപ്പൊ എത്ര ഒരു 1.5 മാസമായാ? ഈ ആഴ്ച 1.5 മാസം. വെരി വെരി സ്ട്രോങ് ഡ്യൂഡ്. വെരി നൈസ്. വൈകുന്നേരം അവിടെ വന്നപ്പോ അവള് പെട്ടെന്ന് പോയി ഇവനെ എടുത്തോണ്ട് വന്നു. അത് മറ്റേ ഇറമ്പോ പ്രാവശ്യം കട്ടിലുമ്പ വീണു, തല കുത്തിട്ട് തിരിഞ്ഞ അങ്ങോട്ട്. ഞാൻ ഒന്ന് ശരിക്കും പേടിച്ചു. ഓക്കെ ആണോ? ആ വളകാപ്പ്. ആ ശരി കണ്ട, വളകാപ്പും ബീച്ചിൽ കേട്ട് എന്തോ ബന്ധം കിട്ടാ. എന്തേ? ആ എന്നോ ആ ഇപ്പൊ എങ്ങനെ ഉറക്കം കാര്യങ്ങളൊക്കെ സുഖല്ലേ? നിങ്ങക്ക് ഉറക്കം സുഖാണോ? ആണോ? എന്റെ മോനെ, ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പോഴും ഉറങ്ങിയിട്ട് എത്ര കാലെന്നറിയോ? എന്തൊരു കേക്കാണല്ലേ? ഷോർട്ട് ബ്രെഡ്. ഷോർട്ട് ബ്രെഡ് കുറച്ച് ലോങ്. എന്നിട്ട് കണ്ടിട്ട് നല്ല ലോങ് ആണല്ലോ ബ്രെഡ്. ഷോർട്ട് ബ്രെഡ് ബിസ്ക്കറ്റ് ബ്രെഡ് കേക്ക്. ഓക്കെ, ഷോർട്ട് ബ്രെഡ് ഇതൊന്നും കേക്ക്. വെക്കാനൊന്നും അറിയില്ല. ഔ, ഇനി ഞങ്ങളുടെ അപ്പോളജീസ് തുടങ്ങും. അക്നോളജ്മെന്റ്, ലാക്നോളജീസ്, അപ്പോളജീസും. എടി അത് ആദ്യം എല്ലാം കൂടെ ഞാൻ പറഞ്ഞു. അല്ലാന്ന് ആദ്യം എല്ലാം അതിന്റെ മുകളിൽ ഇളക്കിയല്ല, നീ എന്നെ പറഞ്ഞില്ലേ നിനക്ക് അറിയില്ലെന്ന്. അപ്പൊ അതല്ലേ പറഞ്ഞറിയായിരുന്നു ആദ്യം എല്ലാം ഇടണം. പിന്നെ ഞാൻ അങ്ങോട്ട് നിരഞ്ഞ അങ്ങോട്ട് നിരങ്ങട്ടെ. അയ്യോ എനിക്ക് താല്പര്യമില്ല ഗോൾഡോട്. താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണത്. എനിക്ക് ആക്ച്വലി ആദ്യം ഇങ്ങനെ ആക്കിയില്ലേ. ഇനി നീ ഒരു ലെവലിൽ അങ്ങോട്ട് പരത്ത് കണ്ട. അല്ല ഇത് ബ്ലൂബെറി വെക്കാനുള്ള ഒരു ഇത് വേണ്ടേ? ആ ഇങ്ങനെ ഇപ്പൊ പരത്തിയില്ലേ, ഇനി ബ്ലൂബെറി വെക്കേ. ബ്ലൂബെറി പക്ഷെ കണ്ടവാനില്ലല്ലോ മോനെ. കുറച്ച് ഞാൻ ചാറ് ഒഴിക്കണ്ടേട്ടാ, അത് ഒലിച്ചൊലിച്ചിറങ്ങും. എന്നാ അരിച്ചിട്ടിടണോ? അരിക്കൊന്നും വേണ്ട, നീ കൈ കൊണ്ട് എടുത്തിട്ടാലും മതി. ചാറ് കൈ കൊണ്ട് എടുത്തിടണോ? ആ ചേച്ചി പാവലോവ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഓരോരുത്തർ എടുത്ത് കാണും മിണ്ടാതെ. ഇന്നാളെ എന്നെ ആരാണ്ടോ കമന്റ് ഇട്ടു, ഞാൻ കണ്ടു അതൊന്ന്. പാവലോവ് ഉണ്ടാക്കുന്നത് തന്നെയല്ലേ? അതെ, എന്നാലും എത്രമാത്രം നാണാക്കിയ അല്ലേ?
4 years മുകളിലൊക്കെ ഉണ്ടായിരുന്നു. പഴയ ബേക്കറാവള്. ഓക്കെ നൗ വാട്ട് കട്ട് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞില്ല, കട്ട് ചെയ്യണില്ലേ? പിന്നെ ഒന്നാമത് ഫ്രോസൺ ബെറീസ് ആയ കാരണം അത് ഇത്രയും വെള്ളം. നമ്മള് മാത്രല്ല, ഇത് നമ്മള് മേടിച്ചപ്പോ ബെറീസ് അല്ലേ പണ്ട് ഇത്? നമ്മൾ പറിച്ച് നമ്മള് ഇവിടെ പറമ്പിൽ പോയിട്ട് പറിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാ. അതാണ് അതിന്റെ മുകളിലൊക്കെ കണ്ട വടി കഷ്ണം കുറ്റി. എത്തിയിട്ട് അടുത്ത ആൾ എത്തി. എന്തിട്ട് ഇവിടെ എന്തോ ഒരു അടുക്കളയിൽ നിന്ന് എന്നെ അടുക്കളയിൽ കണ്ട അപ്പൊ അച്ഛമ്മ കൂടെ എത്തും സ്പോട്ടിൽ. പിന്നെ എന്തോ ഉണ്ടാക്കണ്ടെന്ന് നമ്മൾക്കറിയാം. മോളെ എപ്പോഴും അങ്ങനെ വിചാരിക്കല്ലേ. ഈ വീട്ടിൽ എപ്പോഴും ചേട്ടൻ മാത്രമല്ല cook ചെയ്യണത്. അല്ല എന്നെ കണ്ടാലാണ് ഇവിടുന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്യാന്നറിയാം. വേണോ? രണ്ടാളും അടി കൊണ്ടെത്തിയാ. നീ ഇത് പഞ്ചസാര ഇട്ടിട്ടാണോ വിപ്പ് ചെയ്തത് അതോ വിത്തൗട്ട് പഞ്ചസാര? എന്താ ചിരി? ഇതാണോ ഷോർട്ട് ബ്രെഡ്? ഷോർട്ട് ബ്രെഡ്. ഏത് ആംഗിളിൽ നിന്നാ ഫോട്ടോ നന്നാവാ നോട്ടെ. വർമ്മ. എങ്ങനെയാ ഗർഭമുനി പിടിച്ചേ എത്തി. ആദ്യമേ ചെറിയ ഇവിടെ ഗോട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട് താഴെ. ഗോട്ടിയൊക്കെ അടിച്ചിട്ടാ വന്നിട്ടുള്ളത്. കണ്ടു കുട്ടി കഴിച്ചോ? തരും. കളിയാക്കിയതല്ല കേട്ടോ, എന്റെ കുട്ടീനെ കളിയാക്കിയതല്ല കേട്ടാ. ഇപ്പൊ തരും, അമ്മ കട്ട് ചെയ്തിട്ട് തരും കേട്ടാ. നിങ്ങളൊക്കെ എടുത്തോളാം. ഇനിയിപ്പോ കേക്ക് വേണ്ട, എല്ലാരും ക്രീം തിന്നിട്ട്. എന്നാ പിന്നെ എന്താ കണ്ട നിങ്ങൾ കണ്ട? ഇതും കൊണ്ട് കട്ടിയട്ടെ? കട്ട് ചെയ്യേ. എങ്ങനെ കട്ടിയണ്ട? എങ്ങനെയാ? ഈ വീട്ടിലെ മെയിൻ ഉറുമ്പ് പോയിരിക്കട്ടാ. അത് വരുമ്പോഴേക്കൊരു പീസ് വെച്ചോ? എനിക്കറിയില്ല. നമുക്ക് ഗോൾഡ് പറയണോക്ക് കേക്ക് കട്ട് ചെയ്യ എങ്ങനെയാന്നൊക്കെ ചോദിക്കണേ. ഉണ്ണിബാബ, കോയി ബാബ എന്നൊക്കെ വേണമല്ലോ. ഉണ്ണിബാബ. എനിക്ക് സത്യം പറഞ്ഞാ പേടിയാ. എന്തിനാ അത് കടിക്കോ? നിന്നെ കടിക്കോ? അടിയിൽ കത്തി വെച്ചിട്ട് പൊക്ക്. ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല. the texture looks nice. അന്ന് നമ്മുടെ അവന്റെ ആന്റി ഉണ്ടാക്കിയില്ലേ, എന്തായിരുന്നു? ഷോന്റെ മമ്മി ഉണ്ടാക്കിയ പോലെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അവരുണ്ട് കടിക്കാൻ പറ്റും. ഞാൻ തന്നെ ഒരു പാത്രം കടിക്കും. അതിനെ കണ്ടുപിടിക്കേ. എന്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. നൈസ് കേക്ക്. ഓക്കെ, എനിക്ക് മോൻ ആദ്യം കടിക്കണം. നിനക്ക് എന്റെ കടി ഇഷ്ടല്ലേ? എങ്ങനെയുണ്ടെന്ന്? ഓക്കെ, എന്റെ കടി എങ്ങനെയുണ്ടെന്നോട്ടെ. പൊന്നു തരാം അമ്മ. ഇന്നേരാ ബ്ലൂബെറി ഡെൻസ് കേക്കാന്ന് പറഞ്ഞേ. നല്ല കേക്ക്. ഡെൻസ് ആണ് പക്ഷേ ബ്ലൂബെറി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡെൻസ് ആണ് പക്ഷേ നല്ല മോയിസ്റ്റ് ആണ്. നല്ല മോയിസ്റ്റ് നിന്റെ പൊന്നു നിനക്ക് വേണ്ടപ്പോ? അയ്യോ, എനിക്ക് തീരെ വിശപ്പില്ലട്ടാ. ഇനി കടിച്ചോ. എല്ലാവരും മുറിച്ച് കഴിച്ചോളെ. ഇഷ്ടമായാ? നിങ്ങൾ കഴിച്ചില്ലേ? ഹെവിയാ. എനിക്ക് ബ്ലൂബെറി മാത്രമല്ല. എനിക്ക് ക്രീം ഒന്നും ഹെവി ആയിട്ട് തോന്നിയില്ല. ബ്ലൂബെറി അതായിട്ട് മാച്ച് ചെയ്യാത്ത പോലെ തോന്നി അല്ലേ? ബ്ലൂബെറി അതായിട്ട് സിങ്ക് ആവണില്ല. കേക്ക് ഈസ് വെരി നൈസ്. ശരിക്കും സ്ട്രോബെറി വെച്ചോണ്ടാണ് എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അല്ല, ബ്ലൂബെറി എനിക്ക് തോന്നേ ബ്ലൂബെറിനെ അടച്ചെങ്കിൽ ഒന്ന് ഒരു കമ്പോത്ത് പോലെ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പേട്ടച്ചനായിരുന്നു. സൂപ്പർ കേക്ക്, നല്ലൊരു കേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ക്രീം കൂട്ടിയിട്ട് കൊടുക്കട്ടെ. ബ്ലൂബെറി അതിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. അത് നോക്കിയാൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഉടുപ്പും ആ കേക്കിന്റെ ഷേപ്പും കളറും അതുപോലെ തന്നെ എല്ലാം മാച്ച്. ഈവൻ ബ്ലൂബെറി സെയിം ബട്ട് ഡിഫറെന്റ്. ഇറക്കി കൊടുക്കും മോനെ. ഇറക്കി കൊടുത്തു. അപ്പൊ ഷുഗറുണ്ടാക്കും. എന്നിട്ട് പറച്ചില്ലേ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് ഷോപ്പ് ചെയ്യുന്ന ചോറ് അവർക്ക് എന്നും ഉണ്ട്. എനിക്ക് സ്ട്രെസ് തരുന്നതാണ് പറയുന്നത്. സ്ട്രെസ് ഞാൻ അപ്പൊ ഷോപ്പ് ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഏർമയ്ക്ക്. അല്ലാണ്ട് സാധാരണ മധുരം ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. വേണ്ട പിന്നീട് കഴിച്ചോ? എല്ലാം കഴിച്ചോ? നോ പ്രോബ്ലം. ഇതിപ്പോ കിട്ടണോ എന്റെ? ആഹാ, നിനക്ക് ഇത്ര നല്ല കേക്ക് ഉണ്ടാക്കി എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ അമ്മ ഉണ്ടാക്കിയ കേക്ക് കേക്ക്.
ഡിഫറെൻറ്റ് ടൈം ഓഫ് ദ ഡേ ആണ് കേട്ടോ. നൈറ്റ് 9 o'clock ആയി. ഇന്ന് പ്രിങ്ങുവിൻ്റെ 8 o'clockനാണ് പ്രിങ്ങു നമ്മുടെ ജിംനാസ്റ്റിക്. ഹൗ വാസ് ജിംനാസ്റ്റിക്സ് പ്രിങ്ങ? It was good. ഗുഡ്. 2 hours ഉണ്ടായിരുന്നില്ലേ? Yeah. Yeah. ഇന്ന് പ്രിങ്ങു നമ്മുടെ ചില ദിവസം വൈകുന്നേരം കുട്ടികളുടെ ഉടുപ്പിടാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 9:30 ബാക്ക് ഇൻ ദ കിച്ചൺ അല്ലേ. അത് ഇത്ര മെസ്സായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ഒരു സമയം പ്രോപ്പറായിട്ട് ചെയ്യുന്നത് തെറ്റിയ ഫുള്ള് വള്ളി കയറും. മാം ഐ യു ആംഗ്രി ഓർ വാട്ട്? യു ടേൺ റെഡ്. സ്ലീപ്പ്. ആംഗ്രി അല്ല, റെഡ് ഉറക്കം വന്ന് കുളി കഴിയുമ്പോൾ മുഖമൊക്കെ റെഡ് ആവില്ലേ? ആ ഞാൻ ചില ആൾക്കാർക്ക് എങ്ങനെയാ. ഓക്കെ. ഇതേ ഇവിടെ വെതറിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ മൊത്തം ഒന്ന് വേക്കം ചെയ്യണം. നോക്കിയാൽ ഇതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ ഈവനിങ്ങിൽ ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളുടെ ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ ഇനി ബുധനാഴ്ചത്തെ നമ്മുടെ പാറ്റേൺ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി. ഒരു സാധനം ഇവിടെ അടിമുടി ഒരു ടൈമിങ് തെറ്റി അപ്പം വള്ളി കയറും. അച്ചുമോനും കൊച്ചുമോനും എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിൻ്റെ സ്പീക്കറൊക്കെ തല്ലിപ്പൊളിക്കാൻ പാകത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ കൊള്ളെ. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൻ്റെ റയറാ. ശരി പണിക്കാർ ഇതെല്ലാം ഊരി രാവിലെ ഇടും. പെൻസിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ ഇങ്ങനെ വരയ്ക്കാൻ. അത് കിട്ടാത്തതിന് ഇവിടെ അച്ഛമ്മ എടുത്തിട്ട് അടിയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കളിപ്പാട്ടം. നിങ്ങളുടെ വീട്ടിലും മറ്റേ കട്ടിലിൻ്റെ വല്ല കാലങ്ങാനും ഉണ്ടെച്ചെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തോട്ടോ. കാശ് ചിലവാക്കിയിട്ട് ടോയ്സ് മേടിച്ചിട്ട് സമയം കളയണ്ട വെറുതെ. ഇവിടെ അമ്മ കണ്ണി കണ്ട മുതലേനി ആനേനെയൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. അതൊന്നും അവറ്റങ്ങൾക്ക് വേണ്ട. തേരിക്കണു മുതലേ ജിറാഫ. എന്നിട്ട് പണ്ട് എൻ്റെ അമ്മ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പപ്പയൊക്കെ ചോറിണ്ടിട്ട് പോവും. അപ്പം അമ്മ മാത്രം നിന്നോട് അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും നിൽക്കണ്ടേ? ശാന്തലേ അവർ കേൾക്കാനായിട്ട് ഞാൻ നിന്നോട് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 8 മണി 8:15 ആകുമ്പോഴേക്കും പപ്പയൊക്കെ ചോറിനിട്ട് പോകും. അന്ന് പിന്നെ സീരിയൽ കാണുന്ന പണിയാണല്ലോ. അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ അമ്മ ലാസ്റ്റ് ഉണ്ടാവും. എല്ലാ പണിയും അമ്മ ഒറ്റയ്ക്കേ ചെയ്യുക. നമ്മുടെ നാട്ടിലൊരു സ്ഥിരം കാഴ്ചയത്. ആരും ഹെൽപ്പ് ചെയ്യില്ല അല്ലേ? ശരിക്കും അതെ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. അതായത് വല്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കിഷ്ടമായ കാരണം അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. അത് വളരെ ചെറുപ്പത്തിലല്ല, എന്നാലും ഇപ്പം ആ ഒരു സംഭവം ഓർമ്മ വരണേ. ശരിക്കും അത് ഇന്നിപ്പോൾ നീ ഭയങ്കര ലക്കിയാണ് ശരിക്കും. വരച്ച് തീർക്കും. നോണയാണോ? എല്ലാ ദിവസവും എങ്ങനെയാണ്? അല്ലേ അല്ല. ഞാൻ 9 മണിക്ക് ശേഷം കിച്ചണിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ. ഞാൻ എന്നും അല്ലല്ല ഞാനത് പറഞ്ഞതാ. നീ പറഞ്ഞത് നീ ഇവിടെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാരണം യു ചോസ് ടു ഡു ഇറ്റ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മ പറഞ്ഞതാ. അതിന് നീ എന്തിനാണ് ഇത്രയും ഗൗരവത്തിൽ കാണുന്നത്? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ വൈകുന്നേരം ഞാൻ ക്ലീൻ ചെയ്യാത്തതിൽ ഒറ്റ കാര്യമുള്ളൂ. ഇവർക്ക് ഇഷ്ടമല്ല വൈകുന്നേരം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവളുടെ അടുത്ത് പറയാറുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോണ സമയത്ത് തന്നെ ഞാൻ ഇവിടെയുള്ള ഡിഷസ് എല്ലാം ചെയ്യാം. അപ്പോൾ സെയിം ടൈം നീ ഈ ഡിഷസ് ഡ്രൈ. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത്. അത് കഴിഞ്ഞ് നിനക്ക് വന്നാൽ പിന്നെ അല്ലറ ചില്ലറ ഇതിൻ്റെ മുകളിലൊരു മോടി പിടിപ്പിക്കില്ലല്ലോ. അപ്പോൾ ഇവൾക്ക് അത് 9 മണിക്ക് വന്നിട്ട് ഇവളുടെ ഫൈനൽ ടച്ചപ്പ്. ഇവള് മറ്റേ കാരിയോഗ്രാഫറാ എന്തെന്ന് പറയാ, കാലിഗ്രഫിയിലല്ലോ അവസാനം മേക്കപ്പ് പണി അല്ലടി. ഈ സിനിമയിലെ അവസാനം ഇങ്ങനെ ഭംഗി പിടിപ്പിക്കണവരെന്ന് എന്താ പറയുക? ആ വർക്ക് അവൾക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിന് ഇവള് വേണം. മൈക്കില്ലാണ്ട പറഞ്ഞും കേൾക്കില്ല. പറയേ. മോനിവിടെ ക്ലീൻ ചെയ്തു എന്ന് വിചാരിക്കും. ഞാൻ വീണ്ടും ഒരു ക്ലീനിങ്ങിനും കൂടെ വരണം. എല്ലാം എടുത്തു വെക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാനായിട്ട്. അപ്പം ഞാൻ ചെയ്ത ഭാഗം ക്ലീനായി കിട്ടൂല. പക്ഷെ എനിക്ക് എക്സ്ട്രാ പണി വേണ്ട. ഇതൊന്നും എന്താ മനസ്സിലായേ? നമ്മൾ എന്ത് ചെയ്താലും കംപ്ലീറ്റ് നീ പറയുന്നത് അവർക്ക് കേൾക്കില്ല. മൈക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ ജമ്മാൻ ചെയ്ത കേൾക്കില്ലല്ലോ.
അത് അവിടെ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം? മൈക്കിരിക്കുന്നത് ഇവിടെയാ. അല്ല അതില് കേക്കില്ലേ? അതിലെങ്ങനെ കേക്കണേ? കേക്കില്ല. ഇല്ല. ഞാൻ പറയണത് കേക്കാതിരിക്കാൻ വേണ്ടി മോൻ അങ്ങോട്ട് തിരിഞ്ഞേക്കാന്ന്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കണല്ലോ, ആ സമയം കളയണ്ടല്ലോ ചേട്ടാ. ഞാൻ എന്ത് മോൻ പോയി, ഞാൻ ഇവിടെ സമാധാനമായിട്ട് മര്യാദയ്ക്ക് ചെയ്ത. എനിക്ക് എന്റെ ചുമ എടുത്തു വെച്ച് തിരയണ പാത്രത്തിൽ എന്താ പോയെന്ന് എനിക്കൊന്ന് കണ്ടെത്തണം. ഇന്ന് ആദ്യമായിട്ട് മോൻ അവിടുത്തെ ടോയ്സ് ഒക്കെ എടുത്തു വെച്ച അല്ലേ? പറ അല്ലേ? പറ. 100% അല്ല. എന്നാ ഇതിന് മുന്നേ എടുത്ത് ഞാൻ നിന്റെ പോലെ എടുത്ത് ഇവരുടെ സ്വഭാവം എന്താണെന്നറിയോ? എടുത്തു വയ്ക്കണ സമയത്ത് ആരുടെ ഇട്ടെ അങ്ങനെയൊന്നല്ല. നീ ഇത് ചെയ്ത ഞാൻ അത് എടുത്തു വയ്ക്കുമ്പോ ആരോടും പറയാറില്ല. എടുത്ത് ഇന്നലെ നീ അത് ചെയ്തു എന്നല്ലോ ഞാൻ പറഞ്ഞു. കൂടുതൽ അങ്ങനെ ഞാൻ ചെയ്യണ സമയത്ത് ഞാൻ ആരോടും പറയാറില്ല. ഞാൻ ആ കൂടി പറയണ അവരോടാ, നീ ഇത് കേൾക്കാറില്ല. നിങ്ങൾ വലുതും കേട്ടെങ്കിലേ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോ നോക്കിയോട്ടാ. ഓറഞ്ച് ആരാ വെച്ചേ? നിന്റെ ഓറഞ്ച് വെച്ചത് ഇതാരാ ഇവിടെ വെച്ചേ? ഈ ശ്വാസം മുട്ടിൽ 3 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം മുട്ടിൽ അസുഖം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വല്ല മീൻ ഒഴുകണ അറിയാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു സാധനം ഇത് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ പറയേ മോനാണ് കിച്ചണിൽ കയറുന്നെങ്കില് ഇതിന്റെ അടിയിലിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഒരെണ്ണവിടെ 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 എല്ലായിടത്തും. പക്ഷെ നവീൻ പോകുമ്പോ ഇതെല്ലാം എടുത്തു വെച്ചിട്ടാണോ പോണേ? അല്ല. പിന്നെ ആരെടുത്ത് വെക്കണേ? ഇവള് ഞാൻ പണിയുടെ ഇടയിൽ വന്നിട്ട് ഇതെന്താ ഇവിടെ വെച്ചെന്ന് ചോദിക്കും. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചതാ, അത് പറ്റില്ല. പക്ഷെ കിച്ചണിൽ നിന്ന് ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാറില്ലേ എങ്ങനെ കിച്ചണിൽ ഇരിക്കാറ്? ഈ സാധനം അവിടെ വീഡിയോ ഇരിക്കാറ് അല്ല, അത് ഒതുക്കി വയ്ക്കൂ. അതിനുള്ള സമയം തന്നെ ഇടയിൽ വരും. അത് കേട്ട മനസ്സിന്റെ ഭ്രാന്താ. ഇത് ഒരു വീട്ടിലെ പ്രശ്നം. നീ തല്ലൂടനാണോ നിൽക്കണേ? ആ ക്യാമറ ഓഫ് ചെയ്ത് വന്നപ്പോ എന്നെ ഇടിക്കുക. ഈ തുണി എന്തിനാ ഉപയോഗിച്ചു? ഒറ്റ കുത്ത്. ഈ പ്ലഗ് വെച്ച് തന്നെ ഒരു ഒറ്റ ഇതുപോലെ പണ്ട് കുത്തിയത് ഇവിടെ ഒരു ഓട്ടം കണ്ട കത്തി വെച്ചിട്ട്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പോണം. ഇത് ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്യാൻ വരികയല്ല, ഇനി മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെ ആക്കി. ഇപ്പൊ ഈ തുണി എന്തിനുള്ളത്? ഇതെന്തിനുള്ള ആ തുണി? ഇതിനകത്ത് മറ്റേ ഈ ഫ്രിഡ്ജ് ഇതൊക്കെ തുടയ്ക്കണ സാധനമാണ്. എന്നിട്ട് തുടയ്ക്കുന്ന കാണാനല്ലോ, ഫ്രിഡ്ജിന്റെ മുകളിൽ നമുക്ക് അറിയാനുള്ള. ആരാ ഇവിടുത്തെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ദിവസം പിങ്ങ് ഇവിടെ എല്ലാം തുടച്ചിട്ട് എടുത്ത്. അതെ, ഇവിടെ തുടയ്ക്കാനായി, ഇവിടെ ഉപയോഗിക്കാനായിട്ട്, പാത്രം തുടയ്ക്കാനായിട്ട് ഇതിനകത്ത് ഞാൻ തുണി വെച്ചിട്ടുണ്ട്. ഇവര് രാവിലെ പോകുമ്പോൾ ഞാൻ ഒരു തുണി വയ്ക്കും രാത്രിയിൽ, ഇവിടെയുള്ള തുണി മാറ്റിയിട്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ 3 തുണി ഉണ്ടാവും. കിച്ചൺ ടവൽ പിന്നെ ഒരെണ്ണം കൂടി. ഞാൻ അല്ലെങ്കിൽ എന്നാ നിങ്ങൾ എന്ത് കാണാൻ ഇവിടെ ഇത്ര എടുത്തിടുന്ന? നമുക്ക് ആവശ്യത്തിന് ഞങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ മിനിറ്റിൽ ഇങ്ങനെ സാരി മാറുന്നുണ്ടല്ലേ മറ്റേ രാമായണത്തിലെ അതിലത്തെ അതേപോലെ ഇങ്ങനെ മാറ്റി കളിക്കുന്ന നമ്മള്. ദ്രൗപദി ആരെങ്കിലും ആവട്ടെ. ഇനി എന്നെ കുത്തരുത്തിട്ടാ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാ.